എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മൈക്രോവേവ് ഓവണ്. ഇത് ചൂടില്ലാത്ത വിഷയം കൊണ്ട് യഥാർത്ഥത്തിലുള്ള വർക്കിംഗ്, ഇതിൻ്റെ ബോർഡും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായ വിധത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിയായ വിധത്തിലുള്ള ചൂട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എന്താണോ ഫാൾട്ട് അത് പരിഹരിച്ച് എങ്ങനെയാണ് ഇതിലുള്ള കംപ്ലൈൻസുകൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ശേഷം ഇത് ചൂടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് ഓൺ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ചൂടാവാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ വെള്ളം വെച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഹീറ്റൊന്നും ആയിട്ടില്ല. ഈ മെഷീൻ്റെ കേസൊക്കെ ഒന്ന് അയച്ചിട്ട് ഇതിലുള്ള ഭാഗങ്ങളും അതേപോലെ തന്നെ ചെക്കിംഗ് മെത്തേഡും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് അയച്ചതിന് ശേഷം നമുക്കിതിലുള്ള ഓരോ ഭാഗങ്ങളായിട്ടൊന്ന് പരിചയപ്പെടാം. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഒരു മാഗ്നട്രോണാണ്. ഈ മുകളിൽ കാണുന്ന ഈ ഭാഗമാണ് മാഗ്നട്രോണ്. ഈ മാഗ്നട്രോണിൻ്റെ തൊട്ടു താഴെയായിട്ട് കാണുന്നതാണ് ട്രാൻസ്ഫോമർ. അത്യാവശ്യം 2000 വോൾട്ടോളം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട റിപ്പയറിങ്ങിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്യാവശ്യം ഇലക്ട്രിക്കൽ ഐഡിയ ഉള്ള ആളുകൾ മാത്രമേ ഇതുമായിട്ട് റിപ്പയറിങ്ങിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അപ്പോൾ ഈ മാഗ്നട്രോൺ, ഇപ്പോൾ നിങ്ങൾ ഈ ഇതിൽ കാണുന്ന ഈ മാഗ്നട്രോൺ എന്ന് പറയുന്ന ഭാഗം, ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും ചൂടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഭാഗമാണ്. അപ്പോൾ ഈ മാഗ്നട്രോണിലോട്ട് സപ്ലൈ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ മാഗ്നട്രോൺ മാത്രമല്ല, അതിലേക്ക് വരുന്ന ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഫാൻ മോട്ടറുണ്ട്. അപ്പോൾ ഈ മാഗ്നട്രോണിലോട്ട് വരുന്ന ലൈനിലാണ് നമുക്കൊരു കപ്പാസിറ്റർ താഴെ ഭാഗത്ത് കാണാൻ കഴിയും. അതിന് തൊട്ടടുത്ത് ഡയോഡുണ്ട്, ഒരു ഫ്യൂസും ഇതിനകത്തുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും കംപ്ലൈൻറ്റ് വേറുള്ളത് ഈ മാഗ്നട്രോണാണ്. മാഗ്നട്രോണിൽ വരുന്ന 2 വയറുകൾ, ഈ 2 വയറുകൾ നമുക്ക് വോൾട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ മാഗ്നട്രോണിലോട്ട് സപ്ലൈ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യുന്നത് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മാഗ്നട്രോണിലോട്ട് വരുന്ന 2 വയറുകൾ അതൊന്ന് ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യുക. മാഗ്നട്രോണിൻ്റെ തൊട്ട് താഴത്തായിട്ട് 2 പിന്നുകളുണ്ട്, അതിലോട്ട് വരുന്ന വയറുകൾ ഡിസ്കണക്ട് ചെയ്തു. ശേഷം നമുക്കൊന്ന് മെഷീൻ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത ശേഷം ഫാൻ മോട്ടറും അതേപോലെ തന്നെ ബൾബുകളും ഇതെല്ലാ സാധനങ്ങളും ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് കൺഫേം ചെയ്തിട്ട് മാഗ്നട്രോണിലോട്ട് സപ്ലൈ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ജസ്റ്റ് മെഷീൻ ഓൺ ചെയ്തിട്ടുണ്ട്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. മെഷീൻ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 വയറുകൾ, മാഗ്നട്രോണിൽ 2 വയറുകൾ കണ്ടല്ലോ, ഒരു സ്പാർക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഈ മാഗ്നട്രോൺ വരെയുള്ള സപ്ലൈ എത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൺഫേം ആയി. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള പാർട്സുകളൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം മാഗ്നട്രോണിലോട്ട് സപ്ലൈ എത്തുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പാർട്സുകൾക്കൊന്നും കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കുറവാണ്. 90% കേസിലും ഓവൻ്റെ കേസിലും ഈ മാഗ്നട്രോണാണ് കംപ്ലൈൻറ്റ് വരാറുള്ളത്. ചില കേസുകളിൽ മാത്രം നമുക്ക് കപ്പാസിറ്റർ, അതല്ലെങ്കിൽ ഡയോഡ്, അതല്ലെങ്കിൽ ഫ്യൂസ് കട്ടായി പോകാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ നമുക്ക് ഈ മാഗ്നട്രോണാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മാഗ്നട്രോൺ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ഒന്ന് ശരിയാക്കിയെടുക്കാം.
ഇപ്പോൾ പുതിയ മാഗ്നട്രോൺ ജസ്റ്റ് ഒന്ന് മാറ്റി ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റ് ഫിറ്റ് കറക്റ്റാണ്. അപ്പോൾ ഏകദേശം നമ്മൾ മാഗ്നട്രോണിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ മാഗ്നട്രോൺ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഫിറ്റിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ വയറുകൾ കണക്ട് ചെയ്യുക. ശേഷം നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ചിട്ട് ശരിയായിട്ടുള്ള ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിനകത്ത് നിറച്ചുകൊണ്ട് സിസ്റ്റം ഒന്ന് ഓൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, കുറച്ച് സാധാ വെള്ളം ഒരു ഗ്ലാസ്സിനകത്താക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന. ഓക്കെ, മെഷീൻ ഓൺ ആയിട്ടുണ്ട്. ഫാനും എല്ലാ ഡിവൈസുകളും വർക്കിംഗ് ആണ്. ഇനി ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിസ്റ്റം ഓക്കെ ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട്. വെള്ളം നല്ല ആവി വരുന്നത് കാണുന്നുണ്ടല്ലോ. ശരിക്ക് വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ മൈക്രോവേവ് ഓവണ് നിങ്ങളുടെ വീട്ടിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇലക്ട്രിക്കലി കുറച്ചൊരു ബേസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതേപോലെ നിങ്ങളുടെ ഓവണ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇതേപോലെ ഫാൾട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. 90% വരെ നമുക്ക് ഈ മാഗ്നട്രോണാണ് കംപ്ലൈൻറ്റ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് വളരെ എളുപ്പമാണ്. There you go.